ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീട്ടിൽ ചെന്നിട്ടും ശ്രുതി കാറിൽ നിന്ന് ഇറങ്ങാതെ അതിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് അദ്ദേഹം ഇറങ്ങിയില്ല, സച്ചിയേട്ടാ ചെന്ന് വിളിക്കാൻ. എന്നിട്ട് ഇവർ രണ്ടുപേരോട് ചെന്ന് വിളിക്കുന്നുണ്ട്. ഇറങ്ങി വാടാ, വാ വീടെത്തി എന്നൊക്കെ പറയും. ഞാൻ ഇറങ്ങി വരുന്നില്ല, എന്നെ ഈ വേഷത്തിൽ കണ്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശ്രുതിക്കൊന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന് പറയും. അത് ശരിയാ, നിന്നെ കണ്ടിട്ട് എനിക്ക് പോലും സങ്കടം വരുന്നുണ്ടെന്നൊക്കെ പറയും. അന്നേരം ശ്രുതി ഇങ്ങനെ മുഖത്ത് ആ തോർത്തൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുവാണ്. അന്നേരം രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചന്ദ്രമതി ഹാളിൽ നിൽപ്പുണ്ട്. ഇവരെ കണ്ടു കഴിയുമ്പോൾ ഒരു പുച്ഛഭാവത്തിലാണ് നിൽക്കുന്നത്. അന്നേരം സച്ചി ശ്രുതിയെ വിളിക്കുന്നുണ്ട്, കയറി വാടാന്ന്. അപ്പം ചന്ദ്രമതി നോക്കുമ്പോഴത്തേന് ആരോ ഒരു പിച്ചക്കാരനാണ് വന്ന് നിൽക്കുന്നത്. അന്നേരത്തേന് സച്ചിയോട് പറയുന്നുണ്ട്, നേരത്തെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നാൽ ചോറ് കൊടുക്കുക, കാപ്പി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എവിടാണ്ട് കിടന്ന ഒരു പിച്ചക്കാരനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരികയാണോ? ഇവിടെ കയറ്റാൻ പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ വീട്ടിൽ കയറാതെ ഇറങ്ങിപ്പോടാ പിച്ചക്കാരാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബഹളം വെക്കുകയാണ്. അപ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, അമ്മ വേണ്ട, ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ വീട്ടിലൊരു പിച്ചക്കാരനെ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. ഈ നാറുന്ന ഇവനെയൊക്കെ എങ്ങനെയാണ് വീട്ടിൽ കയറ്റുന്നത്? നീ ഇവനെ പതുക്കെ വീട്ടിൽ കയറ്റും, അത് കഴിയുമ്പോഴത്തേന് ഇവൻ ഈ വീട്ടിൽ ഇരിപ്പാകും കിടപ്പാകും എന്നൊക്കെ പറയും. വല്ല പഴയ ചോറോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്ത് വിട് രേവതി എന്നൊക്കെ പറഞ്ഞങ്ങ് പുച്ഛിച്ചങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് ശ്രുതി അമ്മാന്ന് ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്. നീ എന്നെ അമ്മ എന്നൊക്കെ വിളിക്കാതെ, എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത്. അന്നേരം ശ്രുതി പിന്നെയും വിളിക്കുന്നുണ്ട് അമ്മ അമ്മ എന്ന്. അന്നേരത്തേന് ചന്ദ്രമതി പറയും, ഇവിടെ ഒന്നും വിളിക്കണ്ട, ഒന്നും തരത്തില്ല, 10 പൈസയും തരത്തില്ല, ഒന്നും തരത്തില്ല, ഇറങ്ങിപ്പോടാന്ന് പറയും. അന്നേരത്തേന് ഉടനെ ശ്രുതിക്ക് അങ്ങ് സഹി കെട്ടിട്ട് ശ്രുതി തന്നെ പറയും, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മുഖത്തെ തുണി എടുത്ത് അങ്ങ് കാണിക്കുകയാണ്. അന്നേരത്തേന് മോഹം കണ്ടു കഴിയുമ്പോൾ ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നുണ്ട്. രവീന്ദ്രനും ആകെ ഞെട്ടുന്നുണ്ട്. എന്താടാ ഇത്, എന്താ നീ ഇങ്ങനെ ആ വേഷത്തിൽ നിൽക്കുന്നൊക്കെ ചോദിക്കും. അന്നേരം ചന്ദ്രമതിക്ക് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. നീ എന്താ മോനെ ഇങ്ങനെ പിച്ചക്കാരുടെ വേഷത്തിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രുതിയൊന്നും മിണ്ടുന്നില്ല. അന്നേരം അകത്തേക്ക് കയറി വന്ന് അമ്മയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആരാ അമ്മ അത്, എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് വരുമ്പോഴത്തേന് ശ്രുതിയുടെ മുഖം കാണുന്നുണ്ട്. കണ്ടു കഴിയുമ്പോഴത്തേന് ശ്രുതിയും ശരിക്കും ഞെട്ടുകയാണ്. അയ്യോ ശ്രുതി, എന്താ ഇത്, ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരത്തേന് കരയുകയാണ് ചന്ദ്രമതി. അന്നേരം ശ്രുതിയും കരയുന്നുണ്ട്. ഇവരെല്ലാവരും അങ്ങ് കരച്ചിലാണ്. അപ്പോഴത്തേന് രേവതി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയപ്പോഴത്തേന് അവിടെ വെച്ച് കുറേ യാചകരുടെ ഇടയിൽ ഇരുന്ന് യാചിക്കുന്നത് കണ്ടു, പിച്ച എടുക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് സഹിച്ചില്ല, ഞാനാണ് വിളിച്ചതെന്നൊക്കെ പറയും സച്ചിയേട്ടനെ. സച്ചി പറയും, എനിക്കിവനെ കണ്ടിട്ട് ഒരുപാട് സങ്കടം വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെയൊക്കെ, നീ എന്നോട് വല്ല ജോലിയും തപ്പി എടുക്കാനല്ലേ പറഞ്ഞ, അതിന് പിച്ച എടുക്കാനാണോ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. അന്നേരത്തേന് ചന്ദ്രമതി ഒരുപാട് കരയുന്നുണ്ട്. മോനെ ഇങ്ങനെയൊക്കെ ആകാനാണോ ഞാൻ നിന്നെ വളർത്തിയത് എന്നൊക്കെ ചോദിക്കും. സച്ചി പറയും, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇവൻ വന്നെന്നൊക്കെ പറയും. എന്തായാലും നീ എൻ്റെ കൂടപ്പുറപ്പല്ലേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സച്ചിക്കുള്ള സങ്കടം വേറെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു, അതുപോലാണ് സംസാരിക്കുന്നത്. അന്നേരത്തേനൊന്നെ രവീന്ദ്രൻ പറയും, നീ ഇങ്ങനെയൊന്നും നടക്കേണ്ടവനല്ലല്ലോ, നിനക്ക് വല്ല ജോലി അന്വേഷിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഇങ്ങനെ എന്തിനാണ് നടന്നെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കൊണ്ടുപോയി ഒരു സ്വാമിജിയെ കാണിച്ചായിരുന്നു. സ്വാമിജിയാണ് പറഞ്ഞത്, ഇന്നൊരു ദിവസത്തേക്ക് അമ്പലനടയിലിരുന്ന് പിച്ച എടുത്താൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യവും നടക്കണമെന്ന്, എനിക്ക് കാനഡയിൽ പോകാനായിട്ട് കാശുണ്ടാകണം, അതിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയിരുന്നു പിച്ച എടുത്തെന്നൊക്കെ പറയും. നീ പിച്ച എടുത്ത കാശ് കൊണ്ടാണോടാ പിന്നെ കാനഡയിൽ പോകുന്നത്? നിനക്കൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. രേവതിയും അതുപോലൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ രവീന്ദ്രനും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, നിന്നെ ഇങ്ങനെ കാണാനായിട്ടല്ല ഞങ്ങൾ വളർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രുതിയാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് കാനഡയിൽ പോകണം, അതിന് വേണ്ടി പൈസ ഇല്ലായിരുന്നു. ഞാൻ കാശ് ചോദിച്ചപ്പോൾ തന്നെ ഇവൾ പറഞ്ഞു ഇവിടെ അച്ഛൻ ജയിലിലായതുകൊണ്ട് കാശ് കിട്ടത്തില്ലെന്ന്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും ആധാരം തന്നില്ല, എനിക്ക് 14 ലക്ഷം രൂപ കിട്ടണ്ടേ, അപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയും. എന്നിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ശ്രുതിയെ ഒരുപാട് തല്ലുന്നൊക്കെ ഉണ്ട്. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തേ, ഞാൻ ശ്രുതിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറയും. നീ എനിക്ക് കാശ് തന്നില്ലല്ലോ, നിൻ്റെ അച്ഛനോട് മേടിച്ച് കാശ് തന്നില്ല, ആരും എന്നെ സഹായിച്ചില്ല, എനിക്കൊരു ജോലിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്, ശ്രുതി ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, ഞാൻ നിന്നെ കണ്ടില്ല എന്ന് നടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർഷ ശ്രീകാന്തിനെ തപ്പി അവൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നതാണ്. എന്നിട്ട് കൂട്ടുകാരനോട് പറയുന്നുണ്ട് ശ്രീകാന്തിനെ ഒന്ന്
കാണണമെന്ന്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്ന് കൂട്ടുകാരൻ പറയും, ദേ നിൻ്റെ വൈഫ് കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഞാനിവിടെ ഇല്ലയെന്ന് നിനക്ക് പറയത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞേക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നീ ചെല്ലാൻ പറയും. അന്നേരം വർഷയും വിളിച്ചോട്ട് ശ്രീകാന്ത് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാണ് വന്നത്? വല്ല ഫുഡ് ഓർഡർ ചെയ്യാനായിരുന്നെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാനതങ്ങ് കൊടുത്തു വിടത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. അല്ലാതെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട്, വാ നീ ഇവിടെ താമസിക്കേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരത്തേയില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയും, അമ്മയും കൂടെ പറയുമ്പോഴത്തേന് എനിക്കത് സഹിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി അവിടെ വന്ന് നിൽക്കത്തില്ല എന്ന് പറയും. അപ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവൻ ഇവിടെ ഒരു സ്റ്റോർ റൂം പോലുള്ള റൂമിലാണ് കഴിയുന്നത്, അവിടെ 3-4 പേര് ഞെങ്ങി ഞെരുങ്ങിയാണ് കഴിയുന്നത്, അങ്ങനെയൊന്നും കഴിയേണ്ടവനല്ലല്ലോ ഇവൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് വർഷയ്ക്ക് അങ്ങ് സങ്കടമാകുന്നുണ്ട്. അതൊന്നും സാരമില്ല, ഞാനിവിടെ കഴിഞ്ഞോളാം, നീ നിൻ്റെ വീട്ടിലും സുഖമായിട്ട് കഴിയേ എന്ന് പറയും. അതല്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? നിൻ്റെ വീട്ടിൽ ഞാൻ വന്ന് താമസിക്കത്തില്ല, പിന്നെ നിൻ്റെ അച്ഛനെ എൻ്റെ സച്ചിയേട്ടൻ തല്ലിയത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നിടത്തോളം പറ്റത്തില്ലെന്ന് പറയും. അപ്പം വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു തല്ലുകൂടെ ഉണ്ടാക്കിയെന്ന്. നിൻ്റെ അച്ഛനെ തല്ലിയെന്ന് ചോദിക്കും. എൻ്റെ അച്ഛനെ തല്ലുകയല്ലായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വരുന്ന സമയത്ത് റോഷൻ എന്നെ തടഞ്ഞു നിർത്തുകയും റോഷനെ സച്ചിയേട്ടൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം വർഷ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ റോഷന് ഇനിയും കിട്ടണമല്ലോ, അവൻ എന്തായി വീണ്ടും ഇങ്ങനെ പുറകെ വരുന്നത് പ്രശ്നം ഉണ്ടാക്കിയോണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് വർഷ പറയുന്നുണ്ട്, അവന് തൽക്കാലം നന്നായിട്ട് സച്ചിയേട്ടൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമ്മളായിട്ട് ഇനി അതിനകത്ത് ഇടപെടുകയൊന്നും വേണ്ട, നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അത് ശരിയാണ്, നമ്മൾ 2 പേരുടെ പോകുന്നതാണ് സന്തോഷം എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്നാൽ നീ ഇവിടെ നിൽക്കി, 10 മിനിറ്റിനായി ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ വർഷം ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ശ്രീകാന്ത് വരുന്നതെന്ന് നോക്കി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.